ശ്രീരവി മേനോൻ, നമ്മൾ നേരത്തെ ഗുണ എന്ന തമിഴിലെ ഏറ്റവും ക്ലാസിക് ചിത്രങ്ങളിലൊന്നാണ്, കമൽഹാസൻ തകർത്ത് അഭിനയിച്ച ചിത്രമാണ്. ആ സിനിമയിലെ ആ ഗാനം, കമൽഹാസൻ സങ്കല്പങ്ങളിൽ ഒരു പ്രണയിനിയെ സൃഷ്ടിക്കുകയാണ് ആ സിനിമയിൽ. മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്ത കമൽഹാസന്റെ അഭിരാമി പിന്നീട് അത് കൺമണിയാകുന്നു. ആ ഗാനം, ആ ശബ്ദം, ആ ഈണം, ആ വരികൾ നോക്കൂ. ഇന്നും പ്രണയം എന്ന് പറയുമ്പോൾ ആ പാട്ട് ഓർമ്മ വരും, ഓടി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൻ്റെ സമസ്ത ഭാവങ്ങളെയും നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ സമസ്ത ഭാവങ്ങളും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നത് ജാനകിയമ്മയുടെ പാട്ടുകളിലൂടെയാണ്. പക്ഷേ ആ ജാനകിയമ്മയോട് നമ്മൾ എന്ത് തിരിച്ചു നൽകി, അവർക്ക് എന്താണ് അവർക്ക് നൽകിയിട്ടുള്ള അംഗീകാരം എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സ്വയം കുറ്റപ്പെടുത്താൻ തോന്നും. കാരണം ഒരു പത്മ അവാർഡ് പോലും അവർക്ക് നൽകിയില്ല. അത് വളരെ വൈകിയിട്ടാണ്, പലരും പറഞ്ഞ ശേഷമാണ് അവസാനം പത്മഭൂഷൺ പ്രഖ്യാപിച്ചത്. ആ സമയത്ത് അവർ വേദനയോടുകൂടി അവർ നിരസിച്ചു. അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾക്ക് കിട്ടാത്ത അവാർഡ് എനിക്കെന്തിനാണ്, എനിക്ക് എൻ്റെ പാട്ടുകൾ കേട്ട് ആസ്വദിക്കുന്നവരുടെ സ്നേഹമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബഹുമതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ പത്മഭൂഷൺ ബഹുമതി നിരസിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഏതോ കാലത്ത് കിട്ടേണ്ടതായിരുന്നു ആ പത്മ അവാർഡ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നീട് അതുപോലെ തന്നെ നമുക്കറിയാം, എത്രയോ വർഷങ്ങളായിട്ട് ഓരോ സീസൺ വരുമ്പോൾ ജാനകിയമ്മയുടെ മരണ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കും. അതാരാണ് അതിൻ്റെ പിന്നിലുള്ള കുൽസിത വൃത്തിക്കാരൻ നമുക്കറിയില്ല. പക്ഷേ അതൊരു ചടങ്ങ് പോലെ ഓരോ ഘട്ടത്തിൽ ഈ മരണ വാർത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് സമയത്ത് ഒരിക്കലും ചോദിച്ച സമയത്ത് അവർ വളരെ തമാശയായിട്ട്, അവർ ലാഘവത്തോടെയാണ് അവരതെടുത്തത്. അവർ പറഞ്ഞു, 6 തവണയെങ്കിലും ഞാൻ മരിക്കും, കാരണം കർണനെ പോലെയാണ്. 6 മരണവാർത്ത കേൾക്കേണ്ട യോഗം ഉണ്ടായിരുന്നു കർണന്, അതുപോലെ 6 പുനർജന്മങ്ങൾ എനിക്ക് ലഭിക്കും എന്നവർ പറഞ്ഞ് അതിനെ ലാഘവത്തോടെ തള്ളിക്കളഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മളെല്ലാവരെ പറ്റിയും നന്നായി പറയുമെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അവർക്ക് വേണ്ട അംഗീകാരം കൊടുക്കുക എന്നതാണ് ഒരു കലാകാരനോടോ കലാകാരിയോടോ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ബഹുമതി അല്ലെങ്കിൽ അംഗീകാരം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വളരെ വേദന ഉയർത്തുന്ന ഒരു സംഗതി തന്നെയാണ്. അതെ, പറഞ്ഞാൽ അത്തരത്തിലുള്ള ബഹുമതികൾക്കൊക്കെ അപ്പുറത്തായിരുന്നു സാധാരണ മനുഷ്യനും അവർക്ക് കിട്ടിയിട്ടുള്ള സ്നേഹം. അതാണ് അവരെപ്പോഴും പറയാറുള്ളത്. ജന്മം കൊണ്ട് മലയാളി അല്ലായിരിക്കാം, പക്ഷേ കർമ്മം കൊണ്ട് മലയാളിയാണ് താനെന്ന് അവർ എപ്പോഴും വിശ്വസിച്ചിരുന്നു. നീ പറഞ്ഞ മാതിരി എല്ലാവരോടും സ്നേഹം പകർത്തുന്നു. ഒരിക്കലും ഒരു ആളോട് എനിക്കെപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം, ജാനകിയമ്മയെ ചിരിയോടെ അല്ലാതെ പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന ഒരാളല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ജീവിതത്തിൽ വളരെയധികം തിരിച്ചടികൾ, വളരെയധികം ആഘാതങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അവരുടേത്. ആദ്യത്തേത് ഭർത്താവിൻ്റെ മരണമായിരുന്നു. അവരുടെ സംഗീത ജീവിതത്തിലെ ഏറ്റവും അധികം പങ്കാളിത്തം വഹിച്ചിട്ടുള്ളത് ഹസ്ബൻഡാണ്. ഭർത്താവാണ് അവരെ എപ്പോഴും റെക്കോർഡിങ്ങുകൾക്ക് അനുഗമിക്കുക. എല്ലാ അർത്ഥത്തിലും ഭാര്യയിലെ ഗായികയെ പൂർണ്ണമായിട്ട് സ്വതന്ത്രയായി പറക്കാൻ വിട്ട ഒരു ആളായിരുന്നു അവരുടെ ഭർത്താവ്. പക്ഷെ ഭർത്താവിൻ്റെ അകാല മരണം അവരെ ശരിക്കും പറഞ്ഞാൽ ഒരു ഏകാന്തതയിലേക്ക് നയിച്ചു. ആ ഘട്ടത്തിൽ പാട്ടിനോട്, സംഗീതത്തോട് വിടവാങ്ങിയാലോ എന്നുവരെ ആലോചിച്ചിരുന്നു. പക്ഷെ മകനോടുള്ള സ്നേഹമാണ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. അങ്ങനെ മകനാണ് അവർ വർഷങ്ങളോളം കൊണ്ടു നടന്നത്. ആ മകൻ്റെ വേർപാട് അതിലും വലിയ ആഘാതമായിരുന്നു. അതിനിടയ്ക്ക് മകൻ്റെ മകൾ, പേരക്കുട്ടിയുടെ ഒരു ദുരന്ത മരണം, അങ്ങനെ നിരവധി ആഘാതങ്ങൾ ജീവിതത്തിൽ സഹിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരിക്കലും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതൊന്നും അവർ പ്രകടിപ്പിക്കാറില്ല. അങ്ങനെ അതിനെക്കുറിച്ച് നമ്മളിലേക്ക് കൂടി ആ ദുഃഖം പകരാറില്ല. എപ്പോഴും ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട്, വളരെ പ്രസാദാത്മകമായിട്ട് നോക്കിക്കണ്ട ഒരാളായിരുന്നു ജാനകിയമ്മ. അവരുടെ പാട്ടുകളിലും അതേ പോസിറ്റിവിറ്റി ഉണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുന്നു, ഈ എല്ലാവരും നമ്മളോട് സംസാരിക്കുന്ന എല്ലാവരും ജാനകിയമ്മ എന്ന ഗായികയെക്കുറിച്ച്, അതിൽ കൂടുതൽ അടുപ്പമുള്ള ആളുകൾക്കൊക്കെ ജാനകിയമ്മ ആ വ്യക്തിയെക്കുറിച്ച്, ആ നല്ല മനസ്സിനെക്കുറിച്ച്, ആ നല്ല മനുഷ്യനെക്കുറിച്ചാണ് കൂടുതൽ ഓർമ്മകളും നമ്മളോട് ഇത്രയും നേരം സംസാരിച്ച പലരും പങ്കുവച്ചത്.